निकाल रहे हैं पार्लियामेंट से लेकर जमात तक। സമാധാന അന്തരീക്ഷത്തിൽ ആരംഭിച്ച പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം വമ്പൻ പ്രതിഷേധത്തോടെ അവസാനിക്കുന്നു. മോദിയും BJPയും ചേർന്ന് ജനാധിപത്യത്തെ കൂട്ടിലടച്ചു എന്നാരോപിച്ച് പ്രതിപക്ഷം പാർലമെന്റിൽ നിന്ന് വിജയ് ചൗക്കിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധിച്ച 3 കോൺഗ്രസ് MPമാർ കൂടി ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഈ സമ്മേളന കാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ആകെ 146 MPമാർ. സർക്കാരിന് ഈ പാർലമെന്റ് ഒരു മര്യാദയോട് നടത്താൻ ആഗ്രഹമുണ്ടായിരുന്നില്ല എന്ന് തെളിവാണത്. അവരെന്താ കാണിച്ചത്? മനഃപൂർവ്വമായിട്ട് ഉത്തരവാദിത്തമുള്ള മന്ത്രി വന്നില്ല. അവരെന്ത് ആക്ഷൻ എടുത്ത് 9 ഡൽഹി പോലീസിനെ സസ്പെൻഡ് ചെയ്തു. ആരാണ് ഡൽഹി പോലീസിന്റെ ചീഫ്? ആരാണ് അവർ നയിക്കുന്നത്? ഹോം മിനിസ്റ്റർ അല്ലേ? അദ്ദേഹത്തിന് വരണ്ടേ? ഒന്നില്ല. അതൊരു ഫണ്ടമെന്റൽ വയലേഷൻ ഓഫ് പാർലമെന്ററി കൺവെൻഷൻസ് എന്ന് പറയാം. പ്രതിപക്ഷ ശബ്ദം ഇല്ലാത്ത സഭയിൽ ഇന്നും സർക്കാർ സുപ്രധാന ബില്ലുകൾ പാസാക്കി. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ബിൽ, പ്രസ്ഥാന രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് ബിൽ എന്നിവയാണ് ഇന്ന് ലോക്സഭ കടന്നത്. ക്രിമിനൽ നിയമങ്ങൾക്ക് പകരമുള്ള 3 ബില്ലുകൾ രാജ്യസഭയും കടന്നു. ശബരിമലയിൽ ഭക്തർ ബുദ്ധിമുട്ടുന്നുവെന്ന് BJP MP K. ലക്ഷ്മൺ രാജ്യസഭയിൽ. സനാതനധർമ്മത്തെ തകർക്കാൻ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകളും ശ്രമിക്കുന്നുവെന്ന് BJP അംഗം ആരോപിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.